Hi, hello viewers. Once again, welcome back to my YouTube channel, Ira's Fashion World. ഞാൻ നിങ്ങളുടെ സ്വന്തം മേനി. ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളതെന്ന് വെച്ചാൽ സൂപ്പർബ് ആയിട്ടുള്ള പ്രിന്റഡ് ജോർജറ്റിൽ ഇരുന്നിട്ടുള്ള ഒരു അടിപൊളി കുർത്തി പരിചയപ്പെടുത്താനാണ്. ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മളിത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അജ്രക്ക് ഒരുപാട് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജോർജറ്റിൽ പ്രിന്റ് വരുന്നത് അധികം അങ്ങനെ കാണിക്കാറില്ല. ഇടയ്ക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ കുറേ കളക്ഷൻസ് നല്ലത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രസ്സിൻ്റെ ഡീറ്റെയിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മാക്സിമം സപ്പോർട്ട് ചെയ്ത് സഹായിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രസ്സിൻ്റെ ഡീറ്റെയിലോട്ട് പോകാം. ഇത് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നോർമലായിട്ടുള്ള ജോർജറ്റ് അല്ല, പ്രിൻറ്റഡ് ജോർജറ്റിലല്ല വന്നിട്ടുള്ളത്, ക്രിസ്റ്റൽ ജോർജറ്റിലാണ് വന്നിട്ടുള്ളത്. നല്ല വെയിറ്റാണ്, അതിൽ നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ്. ഒരുപാട് സ്മൂത്തായിട്ടുള്ള ഫാബ്രിക് അല്ല, നല്ല എന്താ പറയുക, നല്ല വെയിറ്റുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഫാബ്രിക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ്. ഇനി ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലീവ്സും നെക്കും തന്നെയാണ്. നമ്മളാണെങ്കിൽ ഇതിൻ്റെ സ്ലീവ്സിലാണെങ്കിൽ കണ്ടില്ലേ, ഈ ഒരു സ്പെഷ്യൽ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പഫ് സ്ലീവ് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ ഇതാണെങ്കിൽ നമ്മളാണെങ്കിൽ ജോർജറ്റും നെറ്റും ഉൾപ്പെടെ നമ്മളെന്താ പറഞ്ഞിട്ടുള്ള രണ്ടും കൂടെ കോൺട്രാസ്റ്റ് ചെയ്തിട്ടുള്ളൊരു അടിപൊളി സ്ലീവാണ്. ഈ ഒരു തരത്തിലാണ് വന്നിട്ടുള്ളത്. രണ്ട് സ്ലീവ്സും സെയിം പാറ്റേൺ ആണ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുള്ളത്. പിന്നെ നെക്ക് വരുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളാണെങ്കിൽ ഫസ്റ്റത്തെ ലെയർ നമ്മൾ സെയിം ഈ ഒരു ഫാബ്രിക് തന്നെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴത്തായിട്ട് നെക്കാണെങ്കിൽ നെറ്റിൻ്റെ ഫാബ്രിക് കൊടുത്തതിന് ശേഷം അതിലാണെങ്കിൽ പേൾ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഷേപ്പിൽ പേൾ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. തൊട്ട് താഴത്തായിട്ട് വീണ്ടും ആ ഒരു ഫാബ്രിക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഫുൾ ഫ്രിൽസാണ് താഴത്തെ പോർഷൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇത് കസ്റ്റമൈസ് ചെയ്യുമ്പോഴത്തേനും ഇപ്പോൾ ഈ ഒരു ക്ലോത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ഫാബ്രിക്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം. അതിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനത്തെ സ്ലീവ് ഇഷ്ടപ്പെടാത്ത ഇച്ചിരി പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ സ്ലീവ് അത് ചിലപ്പോൾ അധികം ആൾക്കാരും ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ യങ്ങേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമുക്കാണെങ്കിൽ ഇത് പ്രിഫർ ചെയ്യാം. അവർക്കൊക്കെ ഒരുപാട് ഇത് ഇഷ്ടമാവും. അങ്ങനെയുള്ളവർക്ക് നോർമൽ സ്ലീവ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെയാണ് ഇങ്ങനത്തെ നെക്ക് വേണമെന്നുള്ളവർക്ക് ഇത് ചെയ്ത് കൊടുക്കും. അല്ല ഇങ്ങനെ എൻ്റെ ഇടയിൽ നെറ്റ് വെക്കേണ്ട, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള നെക്ക് വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ഇത് നോർമൽ രീതിയിലും ചെയ്ത് കൊടുക്കും. അതായത് നമ്മളാണെങ്കിൽ ഒരു ബോട്ട് നെക്ക് സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്കാണെങ്കിൽ പാർട്ടി വെയർ ആയിട്ട് ചൂസ് ചെയ്യാനും നമുക്കിത് നല്ലതാണ്. അതുപോലെ അധികം റേറ്റും വരുന്നില്ല. നിങ്ങൾക്കാണെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച്, അതായത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രസ്സാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ ലുക്ക് കാണാം. ഇതാണെങ്കിൽ ഞാനാണെങ്കിൽ ഒരു ഫ്രോക്ക് സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കാണെങ്കിൽ ഇത് കുർത്തി സ്റ്റൈലിലോട്ട് മാറ്റാം. കുറച്ചുകൂടെ ലെങ്ത് വേണമെന്നുള്ളവർക്ക് ലെങ്തിൽ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാം. ഫ്രണ്ടിനൊക്കെ നമ്മൾ ബോട്ട് നെക്കും ബാക്കാണെങ്കിൽ വി നെക്കും ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഈ ഒരു തരത്തിലുള്ള വി കട്ടിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രസ്സിൻ്റെ ഫുൾ ലുക്ക് ഒന്ന് കാണാം. അതിന് മുൻപായിട്ട് ഈ ഒരു ഡ്രസ്സിൻ്റെ, അതായത് ഇതാണെങ്കിൽ കുറച്ച് ലിമിറ്റഡ് പീസേ ഉള്ളൂ ഈ ഒരു ഷെയ്ഡ്. പിന്നെയാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേ കളേഴ്സ് ഉണ്ട്, കുറേ പ്രിൻറ്റ് ചേഞ്ച് ഉണ്ട്. എല്ലാ മെറ്റീരിയലും സെയിം ക്വാളിറ്റി ആൻഡ് സെയിം സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത്. അതായത് ഹെവി ജോർജറ്റിൽ തന്നെ വന്നിട്ടുള്ളത്. പ്രിൻറ്റ് ചേഞ്ചും കളർ ചേഞ്ചും ഒക്കെ നമുക്ക് കുറേ പോസിബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഈ ഒരു ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു ഷെയ്ഡിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സും അവൈലബിൾ ആയിട്ടുള്ള പുതിയ മോഡൽ പ്രിൻറ്റ്സും കാണിക്കുന്നതായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഡ്രസ്സിൻ്റെ ഫുൾ ലുക്ക് ഒന്ന് കണ്ടിട്ട് വരാം.